ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാജിക് നമ്പർ എഴുതി സൂക്ഷിച്ചാൽ ധനവാനാകാം എന്നാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. ഒരു നമ്പർ പ്രത്യേക രീതിയിൽ എഴുതി സൂക്ഷിക്കുന്നത് മികച്ച ഫലങ്ങൾ തന്നെ ലഭിക്കും. ധനനേട്ടത്തിനും ഇതൊരു മികച്ച വഴിയാണ്. ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ധനവരവിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട്. ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നവർ, ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു. ഇത്തരം ചിലതിനനുസരിച്ച് പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും. ഓരോ നമ്പറിനും അതിൻ്റേതായ ശക്തിയുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച അതിൻ്റെ ഗുണഫലവും ലഭിക്കും. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർന്ന് എഴുതുന്നതാണ് ഗുണം നൽകുക. ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറനാടുകളിലുള്ളവരാണ് ഈ ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിക്കുന്നത്. പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു വഴിയാണിത്. ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട്. ഓരോ ബീജം എന്നത് വിത്താണ്. ഇതിൽ നിന്നാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. പണവും നേടാം. മഹാലക്ഷ്മിയാണ് ധനദേവത. ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം എന്നത്. ഓരോരോ ചൈതന്യത്തിനും ഓരോ ബീജാക്ഷരമുണ്ട്. ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ ശ്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടമുണ്ടാവുക. ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുന്നതിനാൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ എഴുതുക. ഇത് പൗർണമിയിൽ എഴുതാം. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ഈ ദിവസം ചന്ദ്രൻ വലുതായി വരുന്നു. ധനവരവിനെ സൂചിപ്പിക്കാൻ ഈ ദിവസം ചെയ്യുന്ന കറുത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ഇത് എഴുതാം. രാഹുകാലത്തും യമകണ്ഠ കാലത്തും എഴുതരുത്. ഇത് കലണ്ടറിൽ ലഭിക്കും. ഇത് ഉപയോഗിച്ചെഴുതാം. ഈ നമ്പർ എഴുതാൻ ബ്രെയിൽ ലീഫിൽ എഴുതാം. ഇതല്ലെങ്കിൽ ആലിലയിൽ എഴുതാം. ഇവ താഴെ വീണതാകരുത്. ഇതല്ലെങ്കിൽ ലൈനില്ലാത്ത വെള്ള പേപ്പറിൽ എഴുതാം. ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ്. ഇലകൾ നാം കടം എന്നൊരു വാക്കൊരിക്കലും എഴുതരുത്. ഇലയിൽ എഴുതുകയാണെങ്കിൽ ഇത് കീറലുണ്ടാകരുത്. വൈകിട്ട് 6-ന് ശേഷം ആലില പറിക്കരുത്. ഈ പച്ചമഷിയുള്ള പേന കൊണ്ടെഴുതണം. കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത്. 2, 9, 1, 8 എന്നതാണ് ഈ മാജിക് നമ്പർ. ഇത് എഴുതി പേഴ്സിൽ വയ്ക്കാം. ഇതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാരയിൽ വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതിയതായി എഴുതി വയ്ക്കണം. സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം. മാറ്റുന്ന പേപ്പർ ആരും ചവിട്ടാത്തിടത്ത് നോക്കി ഇടണം. ആരും ചവിട്ടാത്തിടത്ത് ഇടാൻ സാധ്യമല്ലെങ്കിൽ ഈ പേപ്പറോ ഇലയോ കത്തിച്ച് കളയാം. ഇത് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവരല്ല എഴുതേണ്ടത്. ഭർത്താവ് ജോലിക്ക് പോകുന്നുവെങ്കിൽ ഭാര്യയ്ക്ക് എഴുതാം. അതായത് ഒരു വരുമാന സ്രോതസ്സുണ്ടാക്കണം. ഇല്ലാതെ വെറുതെ ഇരുന്ന് നമ്പർ എഴുതിയിട്ട് കാര്യമില്ല.